റിപ്പോർട്ടർ ബ്രേക്കിംഗ്. BJP എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് MA ബ്രഹ്മരാജിന്റെ മകൻ വാഹന കൊട്ടേഷൻ കേസിൽ അറസ്റ്റിലായി. ബ്രഹ്മരാജിന്റെ മകൻ അഭിജിത്തിനെ അടക്കം 5 പേരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ഫിനാൻസ് കമ്പനി പിടിച്ചെടുത്ത് വിറ്റ ജീപ്പാണ് തട്ടിക്കൊണ്ടുപോയത്. കൊല്ലം സ്വദേശി ജോയ്മോൻ വാങ്ങിയ ജീപ്പാണ് തിരിച്ചടവ് മുടങ്ങിയതോടെ സ്വകാര്യ ഫിനാൻസ് കമ്പനി പിടിച്ചെടുത്തത്. ഇയാളാണ് വാഹനം തട്ടിയെടുക്കാൻ അഭിജിത്ത് ഉൾപ്പെടുന്ന കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചതെന്നാണ് അറിയുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ, ഇപ്പോൾ BJP നേതാവിന്റെ മകനടക്കം 5 പേർ അറസ്റ്റിലായ കേസ്, ഇതേക്കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത്? സ്മൃതി, ഇതൊരു ചെറിയ കേസല്ല, വാഹന കൊട്ടേഷൻ കേസാണ്. ആ കേസിലാണ് എറണാകുളം BJP നോർത്ത് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള MA ബ്രഹ്മരാജിന്റെ മകൻ അഭിജിത്ത് ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായിരിക്കുന്നത്. നെടുങ്കണ്ടം പോലീസ് പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കൊല്ലം സ്വദേശിയായിട്ടുള്ള ജോയ്മോൻ ഒരു ധാർ ജീപ്പ് വാങ്ങിയിരുന്നു. എന്നാൽ ഈ തിരിച്ചടവ് മുടങ്ങിയതോടെ ഫിനാൻസ് കമ്പനി കോടതിയുടെ സഹായം തേടുകയും ഈ വാഹനം തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ നെടുങ്കണ്ടം സ്വദേശിയായിട്ടുള്ള അൻസാരിക്ക് ഈ വാഹനം മറിച്ചു വിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വാഹനം രണ്ടാമത്തെ വ്യക്തിക്ക് നൽകിയെങ്കിലും ആദ്യത്തെ വ്യക്തിയിൽ നിന്നും പേരെഴുതി മാറാൻ ചില കാലതാമസം ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ കൊല്ലം സ്വദേശി ഈ BJP ജില്ലാ പ്രസിഡന്റിന്റെ മകൻ അഭിജിത്ത് ഉൾപ്പെടുന്ന 5 അംഗ സംഘത്തിന് കൊട്ടേഷൻ നൽകുകയായിരുന്നു. അതിനുശേഷമാണ് അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ നെടുങ്കണ്ടത്തെത്തുകയും ഈ രണ്ടാമത്തെ വ്യക്തിയിൽ നിന്നും വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോകുകയും ചെയ്തിട്ടുള്ളത്. നെടുങ്കണ്ടം സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മിനിങ്ങാന്ന് രാത്രിയാണ് എറണാകുളത്ത് നിന്നും ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒന്നാമത്തെ വാഹന ഉടമ ഉൾപ്പെടെ അഭിജിത്ത് ഉൾപ്പെടെയുള്ള 5 പേരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ 5 പ്രതികളെയും പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലം സ്വദേശി നൽകിയ വാഹന കൊട്ടേഷനാണ് അഭിജിത്ത് ഉൾപ്പെടെയുള്ള പ്രതികൾ ഏറ്റെടുത്തതെന്നാണ് പറയുന്നത്. ഈ അഭിജിത്ത് LLB 3ാം വർഷ വിദ്യാർത്ഥിയാണെന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. എന്താണെങ്കിലും ഈ കേസ് BJP ജില്ലാ പ്രസിഡന്റായിട്ടുള്ള MA ബ്രഹ്മരാജിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നതും. സ്മൃതി, ഇതോടെ BJP നേതാക്കൾ പ്രതികരിച്ചോ? സ്മൃതി, നമ്മൾ ബ്രഹ്മരാജിന്റെ പ്രതികരണം തേടാനായി വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൻ്റെ മകനെ കുടുക്കിയതാണ്. അതായത് വാഹന കൊട്ടേഷൻ ഒന്നും നൽകിയിട്ടില്ല, സുഹൃത്താണ് ഈ കൊല്ലം സ്വദേശി, നെടുങ്കണ്ടത്ത് പോയി വാഹനം എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ അവിടെ പോകുകയും വാഹനം എടുത്തുകൊണ്ട് വരികയും ചെയ്യുകയായിരുന്നു, അല്ലാതെ കൊട്ടേഷൻ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ബ്രഹ്മരാജ് പറയുന്നത്. അതുകൂടാതെ ഈ സംഭവം നമ്മൾ ബ്രഹ്മരാജിനോട് ചോദിച്ചതിന് പിന്നാലെ പല BJP നേതാക്കൾ നമ്മെ വിളിക്കുകയും ഈ വാർത്ത കൊടുക്കരുത് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, ബ്രഹ്മരാജിന്റെ പേര് ഈ വാർത്തയിലേക്ക് വലിച്ചിഴക്കരുതെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊരു പ്രധാന കേസാണ്, ഒരു കൊട്ടേഷൻ കേസാണ്. ആ കേസിലാണ് ബ്രഹ്മരാജിന്റെ മകനായിട്ടുള്ള അഭിജിത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അഭിജിത്ത് ഉൾപ്പെടെയുള്ള 5 പ്രതികളെയും നെടുങ്കണ്ടം പോലീസ് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്മൃതി, ഇതിപ്പോൾ ആദ്യമായി നടക്കുന്ന ഒരു പരിപാടിയായിട്ടാണോ മനസ്സിലാക്കേണ്ടത്? ഈ സംഘം നേരത്തെയും ഇത്തരത്തിൽ വാഹന തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? വാഹന കൊട്ടേഷൻ കേസിൽ പെട്ടിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? മറ്റു പ്രതികളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്താണ്? സ്മൃതി, നെടുങ്കണ്ടം പോലീസുമായി ബന്ധപ്പെടുമ്പോൾ 5 പ്രതികളും മറ്റ് കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്നാണ് പറയുന്നത്. അഭിജിത്ത് 3ാം വർഷ LLB വിദ്യാർത്ഥിയാണ്. എറണാകുളത്താണ് അഭിജിത്ത് പഠിക്കുന്നത്. അഭിജിത്തിന്റെ സുഹൃത്തുക്കളാണ് മറ്റ് 4 പേരും. ഈ വാഹനം വാങ്ങിയ, അതായത് കൊല്ലത്ത് ആദ്യം താർ കാർ വാങ്ങിയിട്ടുള്ള വ്യക്തിയും അഭിജിത്തിന്റെ സുഹൃത്താണെന്ന് പറയുന്നു. ഈ 5 പേരുടെയും മുൻ പശ്ചാത്തലം പരിശോധിച്ച് വരികയാണ്. കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് പരിശോധിച്ച് വരുന്നത്. അഭിജിത്തിന് കേവലം 23 വയസ്സ് മാത്രമാണ് പ്രായമായിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പശ്ചാത്തലം കൂടി പരിശോധിക്കുമെന്നാണ് പറയുന്നത്. എത്ര രൂപയ്ക്കാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതിൽ എന്നതിലും അന്വേഷണം തുടരുകയാണ്. നിലവിൽ ഈ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമാണ് ഈ കേസിന്റെ കൂടുതൽ ചുരുളരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ GPS പരിശോധിച്ച ശേഷം, അതായത് ഈ ധാർ ജീപ്പിൽ GPS ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജീപ്പ് നെടുങ്കണ്ടത്തുണ്ടെന്ന കാര്യം ഈ പ്രതികൾ തിരിച്ചറിയുന്നു. അതിനുശേഷമാണ് 5 പേരടങ്ങുന്ന സംഘം നെടുങ്കണ്ടത്തെത്തുകയും ഇവിടെ നിന്നും വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. എറണാകുളത്ത് നിന്നുമാണ് വാഹനം കസ്റ്റഡിയിലെടുക്കുന്നത്. പ്രതികൾ പല ഭാഗങ്ങളിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. 5 പ്രതികളെയും തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം എന്നീ ഭാഗങ്ങളിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം നെടുങ്കണ്ടത്ത് കൊണ്ടുവന്ന് വിശദമായി തന്നെ പ്രാഥമികമായി ചോദ്യം ചെയ്തു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇനി കസ്റ്റഡിയിലെ അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങിയാൽ മാത്രമാണ് കേസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അന്വേഷണത്തിനൊടുവിലാണ് നെടുങ്കണ്ടം CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം 5 പ്രതികളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലാണ് 2ാം പ്രതിയായിട്ടുള്ള അഭിജിത്ത്, അതായത് BJP എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് MA ബ്രഹ്മരാജിന്റെ മകനായിട്ടുള്ള അഭിജിത്ത് ഈ കേസിൽ 2ാം പ്രതിയായി വന്നിരിക്കുന്നത്. വാഹന കൊട്ടേഷൻ കേസിൽ BJP നേതാവിന്റെ മകൻ 2ാം പ്രതിയായിക്കൊണ്ടുള്ള
കേസിന്റെ വിശദാംശങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്.